ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ BA പൊളിറ്റിക്കൽ സയൻസിൻ്റെ 5th സെം ബുക്സാണ് പരിചയപ്പെടുത്തുന്നത്. ഇനി 4ാമത്തെ സെമ്മിൽ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് കൂടെ ഉള്ളൂ ബാക്കിയുള്ളത് എക്സാമിന്. അത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ 5th സെമ്മിലേക്കാണ്. അപ്പോൾ ആ ബുക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 5th സെമ്മിലും നിങ്ങൾക്ക് 5 പേപ്പർ തന്നെയാണ് എഴുതാനുള്ളത്. ഈ 5 പേപ്പറിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് പേപ്പറും ഇല്ല ഇനി, അതേപോലെ തന്നെ ഇംഗ്ലീഷ് പേപ്പറും ഇല്ല. 4th വരെയുള്ളൂ ഈ 2 പേപ്പേഴ്സ് വരുന്നത്. ഇനി നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്നത് നിങ്ങളെ പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടുള്ള കോർ പേപ്പറുകളാണ് വരുന്നത്. അതാണ് 4 പേപ്പറും വരുന്നത്. ഒരു പേപ്പർ ഓപ്പൺ കോഴ്സാണ്, അത് നിങ്ങൾ പുറത്തുനിന്ന് എടുത്ത് പഠിക്കേണ്ട ഒരു കോഴ്സാണ്. അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. വാട്സപ്പ് ഗ്രൂപ്പിൽ ആരെങ്കിലും ഇല്ല എങ്കിൽ അവർ അതിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ 5 സബ്ജക്റ്റിൽ 4 വരുന്നത്, ഒന്ന് റിസർച്ച് മെത്തഡോളജി, അതൊരു കോർ പേപ്പറാണ്. അതിന് സ്റ്റഡി മെറ്റീരിയലും കോണ്ടാക്ട് ക്ലാസ്സും യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേതാണ് മോഡേൺ വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട്, അത് ഒരു കോർ പേപ്പറാണ്. അതിനും സ്റ്റഡി മെറ്റീരിയലും കോണ്ടാക്ട് ക്ലാസ്സും യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തേത് സ്റ്റേറ്റ് സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ കേരള, അതും ഒരു കോർ പേപ്പറാണ്. സ്റ്റഡി മെറ്റീരിയലും അതേപോലെ തന്നെ കോണ്ടാക്ട് ക്ലാസ്സും പ്രൊവൈഡഡ് ആണ്. നാലാമത്തേത് ഇൻട്രൊഡക്ഷൻ ടു ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്, അതൊരു കോർ പേപ്പറാണ്. അതും സ്റ്റഡി മെറ്റീരിയലും ലേണിംഗ് അതേപോലെ തന്നെ കോണ്ടാക്ട് ക്ലാസ്സും പ്രൊവൈഡാണ്. പിന്നെ ഓപ്പൺ കോഴ്സാണ് വരുന്നത്. അത് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യണം. അത് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അതിന് പിന്നെ സ്റ്റഡി മെറ്റീരിയലും അതേപോലെ തന്നെ കോണ്ടാക്ട് ക്ലാസ്സും യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ അതിൻ്റെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ PDF സൈറ്റിൽ അവൈലബിൾ ആണ്. അത് ഗ്രൂപ്പിൽ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് 5th പഠിക്കാനായിട്ട് വരുന്ന സബ്ജക്റ്റുകൾ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ ഓപ്പൺ കോഴ്സ് എപ്പോഴാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ 5th രജിസ്ട്രേഷൻ സമയത്താണ്. അത് എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ ഓപ്പൺ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടതെന്ന് കൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.